welcome back to sRuchikootu. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളൊരു പുതിയ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ചേഞ്ച് കൊടുത്തതാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് സ്വാഭാവികമായിട്ട് വീട്ടിൽ. പലതരത്തിലുള്ള ചിക്കൻ റെസിപ്പി. ഇത് പറയുന്നത് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഒരു സ്പെഷ്യലാണ്, നോർത്ത് ഇന്ത്യൻ രീതിയിലൊക്കെ വരുന്ന ഒരു റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, അതുപോലെ തന്നെ തൈര്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെല്ലാം മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്കും ചിക്കനിലെല്ലാം മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാല കൂട്ടെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ സവാള കട്ട് ചെയ്ത് ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് അരിയുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേഗം സോട്ടാവാൻ വേണ്ടി സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിയും ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തക്കാളിയും ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയും സവാളയും മസാല എല്ലാം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയ ശേഷം ഇതിൽ നിന്ന് സ്വല്പം മസാല വേറൊരു ബൗളിലേക്ക് വല്ലതും ഒന്ന് മാറ്റി വയ്ക്കണം. ഞാൻ കുറച്ച് ഇതുപോലെ ഹാഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്വല്പം വെള്ളം, എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു സ്റ്റൗവിൽ വേറൊരു ചെറിയൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു മസാലയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ സവാള നമ്മൾ ചൈനീസ് ഇതിന് ഇടുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ സോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ചെയ്യുന്ന സമയം കൊണ്ട്, കുക്ക് ചെയ്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമ്മളിങ്ങനെ വേറൊരു അടുപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം അത്രയും സേവ് ചെയ്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ബാലൻസ് കുറച്ചുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി.
ഒന്ന് സോട്ട് ചെയ്യണം. ഇത് നമുക്ക് അധികം ഫ്രൈ ആയി ഒന്നും കിട്ടണ്ട, ഒന്ന് വാടി വന്നാൽ മാത്രം മതിയല്ല. അതിലേക്ക് സ്വല്പം പെരുംജീരകം, അതേപോലെ തന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇത് ഹെൽത്തി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് എന്താണെന്ന് നോക്കാം. മല്ലിയിലയാണ്, അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൊത്തി അരിഞ്ഞ് മതി. മല്ലിയിലയൊക്കെ കൊത്തി കുഞ്ഞു കുഞ്ഞതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂനട്ട് ഞാൻ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ കറി റിച്ചായി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് കാഷ്യൂ ഒക്കെ ഇട്ട് നന്നായി പേസ്റ്റ് മിക്സ് ആയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ, നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം മസാല എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. കാഷ്യൂ ഒക്കെ ഇട്ടതുകൊണ്ടൊന്നൊരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഇപ്പം നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇറക്കി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ലാസ്റ്റ് റെഡിയാക്കിയില്ലേ, ലാസ്റ്റ് റെഡിയാക്കിയ കാഷ്യൂവിൻ്റെ മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടുമ്പോഴുള്ളൊരു ടേസ്റ്റ് വ്യാപാരം തന്നെയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് നല്ല തിക്ക് ചിക്കൻ കറി ആയിരിക്കും. തിക്ക് ഗ്രേവി ക്രീമി ചിക്കൻ കറി. ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഫ്രഷ് ക്രീം അത് നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം കൂടെ കാണുമ്പോഴും അതേപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണം. കൂടെ സൈഡിലുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നല്ലൊരു രുചിക്കൂട്ടുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.